പെണ്ണായി നീ വരുമ്പോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇന്ന് എൻ്റെ ഒരു ഫൈനൽ ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് ഈ വർഷത്തെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു മേക്കപ്പ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും സ്കിൻ പ്രിപ്പറേഷൻ ഇസ് മസ്റ്റ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോസറക്സിൻ്റെ ഒരു സ്നെയിൽ മ്യൂസിൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഫൗണ്ടേഷൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു ലുക്കാണ്. കൺസീലറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം ഈ മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അത്യാവശ്യം ഇത് ഇടുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നല്ലൊരു ബേസ്, നല്ലൊരു ഫിനിഷ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഷെയ്ഡിന് ഏകദേശം മാച്ചായിട്ടുള്ള, എനിക്കൊന്നൊരു പൊടിക്ക് ലൈറ്ററാണ്, എന്നാലും കുഴപ്പമില്ല, അത് ഓക്സിഡൈസ് ആകുമ്പോഴത്തേക്ക് എക്സാക്റ്റ് ഷെയ്ഡായിട്ടേക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡിങ് ആണ് നമ്മുടെ ബേസ് മേക്കപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ നല്ലപോലെ ഫൗണ്ടേഷൻ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മാസിൻ്റെ ഒരു ലൂസ് പൗഡറാണ്. നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടല്ലേ, എന്തായാലും നമ്മൾ ഓയിൽ സെക്രീഷൻ ഉള്ള സ്ഥലത്തൊക്കെ കുറച്ച് ഞാൻ ലൂസ് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഒക്കെയാണ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നത്. വേറെ നമ്മുടെ കൺസീലറോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല, ചെറിയ ഒരു സെറ്റിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് തോന്നിയ സ്ഥലങ്ങളിലെല്ലാം ഞാനൊന്ന് ലൂസ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് ഡസ്റ്റ് ഓഫ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബേസ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫൗണ്ടേഷനൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും പരിപാടികൾ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ നേരെ പിരികത്തിൻ്റെ പരിപാടിയിലോട്ടാണ് പോകുന്നത്. ആദ്യം ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എന്ന് വെച്ചാൽ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി ദിഗംബരൻ്റെ പിരികം കണക്കിരിക്കും. എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, പഴയ പിരിക് അത്യാവശ്യം തിന്നായിരുന്നു. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെങ്കിലും ഒന്ന് ആക്കിയെടുത്തത്. അപ്പം അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ദിഗംബരനെ പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഗ്യാപ്പുള്ള സ്ഥലത്ത് മാത്രം പിരികം ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഐ ഷാഡോ എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലുക്കാണ്. ആദ്യം ആ ക്രീസിൽ ഒരു ഷാഡോ പോലെ ക്രിയേറ്റ് ചെയ്ത് നല്ലപോലെ ഒരു ഡാർക്ക് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിൽ ഒരു ലൈറ്റർ ഓറഞ്ച് ഷെയ്ഡ്, ഗ്ലിറ്റർ ഷെയ്ഡാണ്. ഐസ് ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഐ ലുക്കാണ് ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് കയ്യിലുള്ള പാലറ്റ്, അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലും ഐ ഷാഡോ പാലറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു പാലറ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐ മേക്കപ്പാണ്. അതിനുശേഷം നല്ലപോലെ ഒരു വിങ്ഡ് ഐ ലുക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്തായാലും ഓണമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും കണ്ണ് നിർബന്ധമായിട്ട് എഴുതുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണെന്തായാലും നല്ല വാലക്കിയിട്ട് കണ്ണെഴുതി കൊടുക്കാമെന്ന്. ഈ പ്രാവശ്യം എന്തായാലും കണ്ണെഴുതിയത് സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മുകളിലിട്ട സെയിം ഷെയ്ഡ് താഴെയും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഫേസ് സ്കാനറയുടെ അടിപൊളി ഒരു മസ്കാരയാണ് കേട്ടോ. ഞാൻ റീസെൻ്റായിട്ട് മേടിച്ചതാണ് സംഭവം. എനിക്ക് നല്ല വിടർന്ന കണ്ണുകൾ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസ്കാര, നല്ല കോട്ട് ഓഫ് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ലാക്മേയുടെ ഒരു ബ്ലഷാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഷെയ്ഡാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ആ ബ്ലഷ് ഞാൻ നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഗ്ലോയി ലുക്കൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഒരു ഹൈലൈറ്റർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോഴത്തേക്ക് തന്നെ ഫേസ് ഭയങ്കര സൂപ്പറായ പോലെ എനിക്ക് തോന്നി. ഞാൻ ഫേസ് സ്കാനറയുടെ ഒരു ലിപ്പ് ലൈനർ എടുക്കുന്നുണ്ട്, ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഇതിന് കോംബോ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും ഏകദേശം നല്ല രീതിയിൽ മാച്ചായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കോംബോ ആണ്. ഈ ഒരു ഓറഞ്ച്, ഒരു ബേൺഡ് ഓറഞ്ചും ഈ ഒരു ലിപ്പ് ലൈനറും നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളോട് പറയണം കേട്ടോ. അപ്പോൾ അതാണ് ലിപ്സ്റ്റിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാനൊരു പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. പൊട്ടൊന്നും ഇല്ലാതെ എന്ത് മലയാളി മങ്കയല്ലേ. അപ്പോൾ ഞാൻ പൊട്ടും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൊട്ട് കുത്തിയതിന് ശേഷമുള്ള പ്രഹസനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ട് ഉണ്ടെന്ന് നിങ്ങൾ കമൻസിലൂടെ പറയണം. അപ്പം ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് കൂടെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ ഗൈസ്.
പെണ്ണായി നീ വരുമ്പോ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. തുളസീദളമായി തിരുമലരടികളിൽ വീണൻ അമ്പലപ്പുഴ